ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല കൂൺ കറിയാണ്. കൂൺ കറി വറുത്തരച്ച് വെച്ച കറിയാണ്. ഇതാണ് നമ്മൾ കൂണ് കടയിൽ നിന്ന് വാങ്ങിച്ചത് കൂണാണിത്. കൂണ് പല ടൈപ്പിലുള്ളതുണ്ട്. നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു ടൈപ്പിലുള്ളതാണ്. ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കൈ കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് വാഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാവും. കത്തിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കൈനെ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇതാണ് നമ്മളെ ഉണക്കമുളകാണിത്. ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയാണ്. ഉണക്കമുളക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇത്ര വേണ്ടാത്തവർ ഇത്ര എടുക്കണ്ട കേട്ടോ. എരിവ് കൂടുതൽ വേണ്ടാത്തവരാണെങ്കിൽ ഇത്ര എടുക്കണ്ട. ഇത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. ഫസ്റ്റ് വെള്ളം ഇല്ലാണ്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. നല്ല പോലെ അടിച്ച് സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഉള്ളിയാണ് കേട്ടോ. ഒരു ഉള്ളി, അധികം വലിപ്പം ഇല്ലാത്ത ഒരു ഉള്ളിയാണ്. പിന്നെ അരക്കഷ്ണം തക്കാളി, 2-3 പച്ചമുളകും കരിവേപ്പില എടുത്തത്. പച്ചമുളക് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക, എരിവിനനുസരിച്ചിട്ടുള്ളത്. നമ്മൾ ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് നമ്മൾ കുമില് എന്നാണ് ഇവിടെ പറയൽ. അപ്പോൾ കുമില് കറിക്ക് വെസ്റ്റ് വെളിച്ചെണ്ണയാണ്. കുറച്ചും കൂടി ടേസ്റ്റിയും ആണ്, ഹെൽത്തിയും കൂടിയാണ്. ഇതിലേക്ക് നമ്മൾ കരിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഉള്ളിയാണ്, അധികം വലിപ്പമില്ലാത്ത ഒരു ഉള്ളിയാണിത്. ഇനി നമ്മൾ അരക്കഷ്ണം തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വാടാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 5-6 മിനിറ്റ് വരെ അടച്ച് വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൂണിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ വാഷ് ചെയ്ത് വെച്ച കൂണിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ജസ്റ്റ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് വരെ ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ അരച്ചെടുത്ത ഉണക്കമുളകും മല്ലിയൊക്കെ ഉണ്ടല്ലോ, അതാണിത്. അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. നല്ല പോലെ ഒന്ന് മിക്സ് ആക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി പിന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതിന് കുറച്ച് വേവ് കൂടുതലാണ് കേട്ടോ. നമ്മൾ ബീഫിൻ്റെ ഒക്കെ വേവുണ്ട്. മൂത്ത ബീഫിൻ്റെ അല്ല, ഒരു സാധാരണ ഒരു ബീഫിൻ്റെ ഒക്കെ വേവുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് കുറവില്ലുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. മിക്സ് ആയതിന് ശേഷം 10-20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേകാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മൾ 20 മിനിറ്റിന് ശേഷം നമ്മൾ കൂൺ കറി ഇവിടെ വറുത്തരച്ച് വെച്ച കൂൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.